എല്ലാവരും ഞാൻ പോകുമ്പോൾ മനസ്സിൽ വിചാരിച്ചു ധൈര്യത്തിന് ഒരു കുഴപ്പമില്ലാണ്ട് തിരിച്ചു വന്നു. അപ്പോൾ മാസ്ക് എല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാവരും മാസ്ക് എടുത്തിട്ടില്ലേ? അപ്പോൾ അങ്ങനെ നമ്മള് ഹോസ്പിറ്റലിൽ പോകാൻ കഴിഞ്ഞിട്ടാവുള്ള എല്ലാവരും കൂടി നമ്മൾ പറഞ്ഞല്ല ഏച്ചിന്റെ സർജറി ഇന്നലെ കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇന്ന് രാവിലെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ പിന്നെ ഞാൻ പോയിട്ടില്ല, അവിടെ പുറത്തിരുന്നിട്ട് വരുമല്ലോ വേണ്ട, അവളെ കാണാൻ കഴിയില്ല. കൊണ്ട് ഇന്ന് വാർഡിലേക്ക് മാറ്റി പോലും, അതുകൊണ്ടൊരിക്ക പോയി മോളെ കണ്ടിട്ട് വരട്ടെ. മോനും ഇവിടെയുണ്ട്, മോനെ കാണാൻ വേണ്ടിട്ട് കാത്തിക്കുന്നു. അപ്പൊ ഇന്നലെ സർജറി കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല. ഇന്നലെ ഐസിയിലുണ്ടായിന്, അപ്പോൾ ഇന്നലെ നമ്മളുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് റൂമിലേക്ക് മാറ്റി. അപ്പോൾ ഇവരെല്ലാം ഒന്ന് കൂട്ടി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്, അനുകുട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്നാലും ഇറങ്ങാം, പോയിട്ട് ചേച്ചിനെ കാണാം. ഇവിടുന്ന് പോയതാണല്ല, ഇങ്ങനെ ഇതേ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പോയതാണ് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് കണ്ടിട്ട് വരാം. എല്ലാവരെയും പ്രാർത്ഥന കൊണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് വന്നു. പിന്നെ എല്ലാവരും എന്താ പറയുക, അങ്ങനെ നമ്മുടെ ഐസിയുലായാലും ഏത് സ്ഥലത്തായാലും അങ്ങനെ നോക്കിനാണ് സിസ്റ്റർമാരായ നല്ല സ്നേഹത്തോടെ നോക്കിയതിന്. അതന്നെ വലിയ സന്തോഷം, സമാധാനമായിട്ടാ. ചേച്ചി എല്ലാം എല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടായതുകൊണ്ട് എനിക്കൊരു എന്താ പറയുക പേടിയൊന്നും ഉണ്ടായില്ല. എനിക്ക് ഇത്രയും ദിവസം പേടിയുണ്ടായിന്. പക്ഷെങ്കിൽ എല്ലാവരും ഞാൻ പോകുമ്പോൾ മനസ്സിൽ വിചാരിച്ചു ധൈര്യത്തിന് ഒരു കുഴപ്പമില്ലാണ്ട് തിരിച്ചു വന്നു. സമയമായി വന്നു, ഏച്ചിയോടെ കണ്ടും വേണ്ടി കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമൊന്നും. ഇന്നലെ ചെയ്തപ്പോ ഇന്ന് രാവിലെ ഒരു ഐസിയിലായിരുന്നു, ഇന്നിപ്പോ റൂമിലേക്ക് മാറ്റി. നമ്മള് മിഞ്ഞാന്ന് രാത്രി വന്നതാണ് ഞാൻ ചേച്ചി. പക്ഷേങ്കിൽ ഇവിടെ വന്നാല് ഹോസ്പിറ്റലിനുള്ളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാല് നമ്മൾ ഇവിടെ ഇരുന്നോളൂ, നമുക്ക് പിന്നെ അവിടെ അങ്ങോട്ട് വന്നു കഴിയില്ല. പിന്നെ ഇടക്കിടക്ക് വിളിക്കും. ആടെയല്ലേ ഉള്ളത് വിചാരിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കും. എന്നാൽ വിളിക്കുമ്പോ അപ്പാടെ കയറുമല്ലേ വേണ്ടു എന്ന് വിചാരിച്ചിട്ട് റൂമിൽ നിൽക്കാൻ സമാധാനമേ ഉണ്ടാവില്ല. ഇപ്പൊ കുറച്ചോളം മുഖം നോക്കുമ്പോൾ തന്നെ കുറച്ചൊരു സന്തോഷമായി, നമുക്കും എല്ലാം കുറച്ച് സമാധാനമായി. ഇനിയിപ്പോൾ 2 മാസം ഫുൾ കെയറിങ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞ്. പിന്നെ 3 മാസമാണെന്ന് പറയുന്നത്. പിന്നെ 1 മാസം നമുക്ക് എന്തെങ്കിലും കുറച്ച് എന്തെങ്കിലും എല്ലാം ചെയ്യാം. 6 മാസം റെസ്റ്റ്, അത് ചെറുതായിട്ട് എന്തെങ്കിലും എടുക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ടാകുമ്പോ ഒക്കെ എന്താണോ കഠിനാധ്വാനം അല്ലാത്ത കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നും കുഴപ്പമില്ല, ഡോക്ടർ നമ്മൾ തന്നെ വിളിച്ച് ഓരോ കാര്യമാകുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. കുറേ ദിവസമായി ടെൻഷൻ അടിച്ച് നിൽക്കലേനു നമ്മളെല്ലാവരും ഇങ്ങനെ. അപ്പൊ കഴിഞ്ഞിട്ട് കാണുമ്പോ അവളെ ചിരി കാണുമ്പോ നമുക്ക് ഭയങ്കര സമാധാനമായി. അപ്പൊ ചേച്ചിയാർന്ന് നമ്മൾ സർജറി എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മള് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ വീട്ടിൽ നിന്ന് പറയുമ്പോൾ നമ്മളെ കാണുന്നവരും അതുപോലെ തന്നെ അറിയുന്നവരെല്ലാവരും ചോദിച്ചുകൊണ്ടുണ്ടായി. അപ്പോൾ ചേച്ചീൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് കാണിക്കുമെന്ന് ചേച്ചീനെ. അപ്പോൾ നമ്മളിങ്ങനെ ഇതിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ തന്നെ നമ്മളെ കുടുംബത്തിലുള്ളവരും ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളെ ചേച്ചിയ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ എന്തായി എന്നുള്ളതും കൂടി ഒന്ന് നമ്മൾ ഇന്ന് സർജറി കഴിഞ്ഞതിന് ശേഷം ചേച്ചീനെ കാണിച്ചാണ്. ശരി, എന്നാ കുറെ സമയം നമ്മൾ ചേച്ചിൻ്റെ കൂടെ ഇരുന്ന് വർത്താനെല്ലാം പറഞ്ഞു. നമുക്ക് പോവാം, നമ്മൾ കൊണ്ടാക്കിയിട്ടാകുമ്പോൾ നിങ്ങളെ കണ്ടു പോവാം. ഓക്കെ, ശരി എന്നാ. ഇല്ല, ഞാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ ചേച്ചിനെല്ലാം കണ്ടു വീട്ടിലെത്തി. ഇപ്പോൾ ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല, റൂമിലാക്കി കുഴപ്പമില്ല. ചേച്ചി ചിരിക്കാൻ പറയുകയെല്ലാം ചെയ്ത്, അതുകൊണ്ട് സമാധാനം കണ്ടിട്ട്. അപ്പോൾ വരുന്ന വഴിക്ക് ഇപ്പോൾ ഇതാ വൈകിട്ടായി. അപ്പോൾ ചായ വെക്കാൻ നോക്കലാന്ന്. അപ്പൊക്ക് വെച്ചാൽ പിള്ളേരെല്ലാം ഉള്ളതുകൊണ്ട് വരുമ്പോൾ ബന്ന് വാങ്ങിനെ, ബൻ മസ്ക ആക്കാൻ വേണ്ടി ഇതിനിടക്ക് ഞാൻ ആക്കിനേനുവേ, ബൻ മസ്ക എന്നാ. അപ്പോൾ ഇന്നിപ്പോൾ പിള്ളേരെല്ലാം ഉള്ളത് കൊണ്ട് ഒരിക്കലും കൂടി ആക്കാച്ചിട്ടാണ്. പിന്നെ പണിയും കുറവല്ല. വരുന്ന ചായ അത് ഇറാനി ചായ, ബന്നും ബട്ടറും മിൽക്കും. ഏകദേശം എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടാവും. ആരെങ്കിലും ആക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആക്കി നോക്കിയാൽ നല്ല രസമുള്ള സാധനമാണ്. ഇറാനി ചായ വെക്കാം. ഞങ്ങൾക്ക് കൊറിയൻ ചായ എന്നാണ് വരുന്നത് വായില്. ഇറാനി ചായ പണ്ട് നമ്മളൊരു ഷോർട്ട് ഫിലിമിന് വേണ്ടിട്ട് എടുത്തിനെ, പക്ഷെ നമുക്ക് ഇറാനി ചായ ആണെന്ന് അറിയില്ല. ഇപ്പാണ് എല്ലാരും ഇത് ഇറാനി എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. പണ്ട് ഇല്ലില്ല പേര്. നമ്മൾ അന്നേരം എന്താ ചെയ്തെന്ന് വെച്ചാല് ഒരു പുതിയതായിട്ട് വന്ന പെണ്ണ് ചായ വെക്കറിയാണ്ട് കുക്കറിലോള് ചായ വെക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായ. പക്ഷെ അത് പിൻകാലത്ത് മാറിയിട്ട് ഇറാനി ചായയായി മാറിയിട്ടാ. നമുക്കിപ്പോ ഇറാനി അല്ല കൊറിയൻ എന്നെല്ലാം വരുന്നത് പേര്. ഇതിന് വേണ്ട സാധനങ്ങൾ അനൂട്ടിയാട്ടോ ഇന്ന് സാധനം മേടിച്ചിന്. മിൽക്ക് മിസ്റ്റ് ഞാനങ്ങനെ 5-10 ചോദിക്കേണ്ടി വരും. ഇതെന്നാന്ന് ചോദിക്കേണ്ടി വരും. ബട്ടർ എന്നാ ബട്ടറാണോ
എന്നാന്ന് ചോദിക്കേണ്ടി വരും. പക്ഷേ ഓളായതുകൊണ്ട് അപ്പോൾ പോയിട്ട് ബട്ടർ ഇത് വല്ല ഓക്ക് നല്ലോണം അറിയാം. ഇതും ബ്രെഡും കേട്ടോ, ഈ 3 സാധനമാണ് ഇതിന് വേണ്ടത്. ആ ഇജോട്ടൊക്കെ ഞാൻ എല്ലാം ഇടയ്ക്ക് എണീറ്റ് വന്നിട്ടാ നേരത്തെ എണീച്ചു. ഇജോട്ടൊക്കെ ഇത് ചിരി വരുന്നുണ്ട് ഓനെന്തോ ചിരി വരുന്നുണ്ട് കേട്ടാ. ബൺമസ്ക വേണ, ബൺമസ്കയും ബട്ടറെല്ലാം ചേർത്തിട്ടുള്ള ബൺമസ്ക വേണ വേണ നോക്കൂ ഇനി തന്നെയാണോ. ഇവിടെ വന്ന അടുക്കളയിൽ എൻ്റെ മാക്സിയെല്ലാം പിടിച്ച് നിന്നിട്ട് ഇവിടത്തെ സമാധാനമാണ്. ഇവൻ കുറച്ച് വലുതായോണ്ടില്ലേ, ഇവനിപ്പോ ഒരെടുത്ത് നടക്കാനായി. അതെ, അവൻ അതിന് തൽക്കാലം എല്ലാം നോക്കാനും അവൻ എടുത്ത് നടക്കാനായോണ്ട് വലിയ അത്യാവശ്യം സമാധാനം. നമുക്ക് എന്തെങ്കിലും ഒന്ന് പിടിക്കണ മോനെന്ന് പറഞ്ഞാലൊന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു ആ സ്റ്റേജിൽ എത്തി എൻ്റെ മോൻ. ക്രീം ആക്കി എടുക്കാം, പിന്നെ ബ്രെഡ്ക്ക് പെരട്ടുമല്ലോ കൊണ്ടു സോപ്പ് വലിക്കുന്നല്ലേ. ഇത് വെച്ച് പണിയുണ്ടല്ലേ. ആ അത് മെൽട്ടായാലും വേഗം, ഇത് കുറച്ച് കട്ടിയാ കുഴപ്പമില്ല, അത് വേഗം ഇങ്ങനെ ആക്കിയിട്ട് ഒടിഞ്ഞു പോവാ. ഞാൻ അടിച്ചത് എല്ലാ വീട്ടിലും ഇത് കള്ളന്മാരേക്ക് കൂടുതൽ. അതെ, ഏറ്റവും കൂടുതൽ കുട്ടികൾ ക്രീമാക്കി എടുക്കുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ഇനി കട്ടാക്കിയ പാടെ ഞാൻ ആക്കി കൊടുക്കുന്നതാ ക്രീം. എന്തിനാ കട്ടാക്കാൻ നിൽക്കുന്ന ഇപ്പോഴേ ആക്കാലോ. അതാ കുടിച്ചോ. നല്ല കറി ഞാൻ കുപ്പായിട്ടിട്ടടി. സാറില്ല, കുപ്പ നിങ്ങളെ കൈ മാത്രമേ കാണിക്കുന്നുള്ളൂ. അറിയാണ്ട് പറഞ്ഞല്ലോ. ഇത് കുറച്ച് പണിയുണ്ട് കേട്ടാ. അപ്പൊ അതാണ് ഇവള്, ഇത് കുറച്ച് പണിയുണ്ട് സുഹൃത്തുക്കളെ. ഇത് അതിലേക്ക് തട്ടറാ. ഒരു ഭർത്താവ് പറയാണ്ട് പോലും ഇത് ഞാൻ ആക്കി തരാന്ന് പറയാറ്. ഇത് 8ന്റെ പണിയാന്ന് ഞാൻ പറയുന്നത്. തട്ട് അതിന്റെ ഉള്ളിൽ അങ്ങനെ ഇതിനുള്ളാണ്. ഇതിനുള്ള എങ്ങനെ പറ്റിയ ഇത് എന്റെ മോളെ നല്ലോണം ഇളക്ക്. കുപ്പായിട്ടില്ല. കുമാരേട്ടനെ വിളിക്കുന്നു കുപ്പായിട്ടുണ്ട്. കുമാരേട്ടൻ പോലെയല്ല, കുമാരേട്ടൻ തന്നെ. എന്നാ കുമാരേട്ടാ ഇളക്ക്. ആയിക്കോട്ടെ ശ്രദ്ധിച്ച്. നമ്മളെ കുമാരേട്ടനും ശ്രദ്ധിച്ചും ഇപ്പൊ അടുത്ത് വരും കേട്ടാ. നമ്മള് കൊറേ നോക്കൊന്ന് നമ്മൾ കൊറേ ആളായി കേട്ടാ. നമ്മള് അല്ല അതല്ല പറയുന്നത്, നമ്മള് കൊറേ ദിവസമായിട്ടില്ലേ ഹോസ്പിറ്റല് ഇങ്ങനെ എന്തെല്ലാം ആയിട്ട് ഇങ്ങനെ ഹാപ്പി കേട്ടാ. ശരിക്കും നമ്മളും അങ്ങനെ ഓടി ഓടി നമുക്ക് അങ്ങനെ ടൈപ്പ് ചെയ്യും. എന്നിട്ട് ഇപ്പോൾ എച്ചിരി തോണിക്കറിഞ്ഞ ഒരു സമാധാനം ഇങ്ങനെ ആയിട്ടുള്ള കേട്ടാ. എന്നാലും കുക്കറിൽ നമുക്ക് ചായ വെക്കാം. അപ്പോൾ ഞാൻ എന്നെ വെക്കണ്ടേ ഒരു അത് വേണ്ട ചേട്ടാ. അപ്പോൾ ഇത് നമ്മളെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബന്ന് മുറിച്ചിട്ട് അതിൻ്റെ അകത്ത് തളം. കുക്കറിൽ നമുക്ക് ഇറാനി ചായ വെക്കാം. എല്ലാവർക്കും അറിയുന്നതായിരിക്കുമോ, ഞാനെന്നാലും ആക്കുമ്പോൾ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ചായപ്പൊടിയും ഏലക്ക എല്ലാം ഇതിൽ തന്നെ ഇട്ടിട്ട് വെച്ചേക്കാം. വെച്ചിട്ട് നേരെ കുക്കറിൽ ഒറ്റ വിസിലിട്ട് നമ്മൾ ചായ റെഡി. മതിയല്ലേ? അത് ഞാൻ പണ്ടേ അങ്ങനെയാണ്. ഒരു 2-3 സ്പൂൺ പഞ്ചസാര ഇടണ്ടു. അത് ഞാൻ 24 സ്പൂൺ ആക്കും. ഒരു ഇത്തിരി 24 സ്പൂൺ ആക്കും. എൻ്റെ പഠിപ്പം അത്. അപ്പൊ അമ്മേൻ്റെ ഒരു ചോദിക്കും, എൻ്റെ അമ്മയെ എന്തിനാ ഇത്ര പാട് പഞ്ചസാര ഇടുന്നതെന്ന്. പക്ഷെ ആകെ ആ 3 സ്പൂണിക്കേ വരുമല്ലോ. ഇലക്കയിട്ട് അടച്ചിട്ട് നമുക്ക് ഒറ്റ വിസിൽ ചായ. ഒറ്റ വിസിൽ 2 അടിച്ചു തീർന്നല്ലേ. പാല് ഓൾറെഡി പറിച്ചിട്ടുണ്ട്. ഈ പാല് പറിച്ചിട്ട് പുറത്തായി പോകുമെന്ന് പറയുന്നത്. പാല് നമ്മളെവിടെയും പോകുമ്പോ അത് പാല് പറിച്ച് പുറത്താവും. അതിന്റെ കാരണം അതങ്ങനെയാണ്. നമ്മൾ അത് നോക്കി നിൽക്കുക, പതക്കാൻ വേണ്ടി നോക്കി ഒന്നും പതക്കില്ല. നേരത്തെ പറഞ്ഞ പോലെ ഷോർട്സ് നമ്മൾ എടുത്തില്ലേ, തെറ്റി അപ്പ അതെങ്ങനെയാന്ന് വല്ലറിയാം. നമ്മള് ഷോർട്സ് എടുത്തിട്ട് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ട? ഓർമ്മയില്ല, പറ. നമ്മൾ എവിടെയാ പോയെന്ന് നോക്കാൻ വേണ്ടിട്ട് എത്ര സമയമായിട്ടുണ്ട് ഇവള് എവിടെയാ പോയെന്ന് നോക്കാൻ വേണ്ടിട്ട് പല എത്തി നോക്കുന്നില്ല. അന്ന് ഞാനത് എങ്ങനെ ആദ്യമായിട്ട് നമ്മളെ വീഡിയോയിൽ അത് ചെയ്തതേ, എനിക്കൊന്ന് 4 വർഷം മുന്നാണ്. അത് അതിനുശേഷം ഒരുപാട് ആൾക്കാർ അത് ഇട്ടിട്ട് എല്ലോ കണ്ടു, ഞാൻ TV ഷോ വരെ കണ്ടു. പക്ഷേ എങ്കിൽ നമ്മളന്ന് അത് ഇങ്ങനെ ഈ കഥ ഞാൻ കവിയോട് ഇങ്ങനെ പറയുമ്പോൾ കവി പറഞ്ഞു ഈ ചളി എന്ന് പറഞ്ഞു. പക്ഷെ എങ്കിൽ അത് ചളിയാണെങ്കിലും അതിലൊരു സബ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറെ ഇഷ്ടപ്പെട്ടിരുന്നു. ശരിയാണ്. നമ്മളെവിടെയാ പോയി നോക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അടുക്ക ഒരു മിനിറ്റ് കോള് വന്നിട്ടുണ്ട്. ഓക്കെ തേക്കട്ടെ. വേറെ പരിപാടിയൊന്നുമില്ല കേട്ടോ, പെട്ടെന്നില്ല പരിപാടിയാണ്. കഴിഞ്ഞു. ഇത് റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ കൊടുക്കുന്നിട്ട് ഭയങ്കര വൈറലായിട്ട് കണ്ടേ.
അതിന് ശേഷം എല്ലാവരും ഇങ്ങനെ ആക്കാൻ തുടങ്ങി. ഇത് വെറുതെ ആളെ പറ്റിക്കാൻ പുറത്ത് വെറുതെ ആക്കുന്നതാണ്. പിന്നെ ഒരു പുറത്തേക്ക് വന്നത് കാണിക്കാൻ വേണ്ടിട്ട് ആ അല്ലേ? കഴിഞ്ഞങ്ങട്ടാ ഇതാണ് സംഭവം. ഇങ്ങോട്ട് കാണിക്കാൻ. ഇത് ഇനി നമ്മൾ ചായക്ക് ഇങ്ങനെ മുക്കിയിട്ട് തിന്നാം. അപ്പം എല്ലാം ഞാൻ പുരട്ടി വെക്കട്ടെ, എല്ലാവർക്കും ഒന്നിച്ചിരിക്കാമല്ലോ. ഇറാനി ചായ അതാ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഗ്യാസിന് പുറത്തായാല് നോക്കവി ഇത് കണ്ടേ, ഇതെണ്ടാ നീ ചായ പുറത്തായിട്ട് ചായപ്പൊടി ഇതായിട്ടിട്ട് ബ്രെഡ് ആയി കേട്ടോ. ആയി, നമ്മളെ കടി റെഡിയായി. ഇനി ചായ നമുക്ക് ആക്കിയിട്ട്. മിന്നുവിന് ബ്രെഡ് വേണ്ടേ, പക്ഷെ അവള് എന്തോ ഇവിടെ പരിപാടി ഉണ്ട് വെച്ചിട്ട് എങ്ങനെ അവള് പോകുന്നില്ല. പക്ഷെ അവൾക്ക് കൊടുത്തു പോകും വേണ്ട. ക്രീം ഇട്ടിട്ടാകുമ്പോൾ വേണമെങ്കിൽ തിന്നു. ക്രീം ഇട്ട് തിന്നാ, ക്രീം ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള പാലെടുക്കാം നമുക്ക്. ഇനി നമുക്കതിലേക്ക് ചായ കൂട്ടാം. ഇറാനി ചായ കുറച്ച് കടുപ്പായിരിക്കും. കുടിക്കുന്നവർക്കാ കുടിക്കുന്നവരുടെ കാര്യത്തിൽ കുറച്ച് കടുപ്പായിരിക്കുന്ന അങ്ങനെയല്ല, അത് ഞാൻ ഇറാനി ചായ എന്ന് പേര്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ഓരോ വെറൈറ്റി സംഭവങ്ങളല്ലേ. ഇറാനി ചായയും ബസ്ക ബന്നും കഴിക്കാൻ ആളെല്ലാം എത്തിയിട്ടുണ്ട്. ഇതുവരെ പ്രതീക്ഷിക്കാത്ത ആളാണ് ആദ്യം എത്തി. രസമുണ്ടാ? രസമുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. ഇഷ്ടമുള്ള സാധനം തിന്നത് ഇങ്ങനെ കാലഘട്ടം. ഇവ രണ്ട് കാലം കേട്ടോ വൃത്തിക്ക്. വളരെ ഇഷ്ടമായിട്ടുണ്ട്. ഋതു ആദ്യമായിട്ടാണ് തിന്നുന്നല്ലേ? നമ്മളിത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. അതെ, അതെ, നല്ല രസമില്ലേ? ചായ കുടിക്കലാന്ന്. അപ്പോൾ ഇന്ന് ഏച്ചിനെ റൂമിലേക്ക് മാറ്റി ഇപ്പോൾ രാത്രി പോകണം നമുക്ക്. അപ്പോൾ നാളെ വരാം. ബൈ. ഇന്നെ കാണുന്നുണ്ടോ അറിയില്ല, അച്ഛനെയും കാണുന്നുണ്ടോ അറിയില്ല കേട്ടോ. എങ്ങോട്ടൊക്കെ ആ മൂടിലല്ലേ പൊള്ള.